നിനക്കറിയാമോ, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന 36 വർഷങ്ങളായി. അതോടൊപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കാലത്ത് ഇവിടുത്തെ രക്ഷാച്ഛൻ ഈ കസേരയിലാണ് ഇരുന്നത്. ഞാൻ ഈ കസേരയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രഭുപ്രസാദ് എന്നാണ് പേര്. അദ്ദേഹത്തിന് മരിച്ചുപോയി. അവര് അന്ന് എന്റെ രക്ഷാച്ഛനായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം. അവര് എന്റെ പേനയുടെ നിമ്പൊഴിഞ്ഞുപോയപ്പോഴ് ഞാൻ ഉടനെ ഗ്രീൻ ലൈറ്റിന്റെ അപ്പൻ കുട്ടപ്പനങ്കിളിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. കുട്ടപ്പനങ്കിൽ പിറ്റേ ദിവസം തന്നെ ഒരു പേനയും കൊണ്ടുപോയി. പേന കൊണ്ടുവന്ന് കൊടുത്തത് രക്ഷത്തിന്റെ കയ്യിൽ. രക്ഷത്തിന് അത് മേടിച്ചു. അന്ന് രാത്രി തന്നെ മേടിച്ചു. എന്നിട്ട് പേന കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ അങ്കിൾ മേടിച്ചുകൊണ്ടത് നമ്മുടെ പേനയാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് പേന മേടിച്ചിരിക്കുന്നത്. നീ എന്തുകൊണ്ട് നിന്റെ അങ്കിളിനോട് ഈ പേന വേണമെന്ന് പറയും? അവിടെ എന്റെ നിപ്പൊടിഞ്ഞു പോയതാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിപ്പൊടിഞ്ഞു പോയതാണെങ്കിൽ ഈ പേനയ്ക്ക് 1 രൂപയാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ നിപ്പിന് 1 പൈസയേ ഉള്ളൂ. ഒക്കെ 1 പൈസ അവർക്ക് നിപ്പ് വാങ്ങിച്ചു കാണുമായിരുന്നു. എന്നിട്ട് അച്ഛൻ എന്നെ വളരെയധികം ശാസിച്ചു. ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കരയാൻ തുടങ്ങി. അവിടെ ഇതിലൂടെ അച്ഛൻ എന്നോട് പറയുകയായിരുന്നു, നമുക്ക് സാമ്പത്തികത്തിന്റെ മൂല്യം അറിയാം, പൈസയുടെ മൂല്യം അറിയാം. ഈ പൈസ നമുക്ക് ആരെങ്കിലുമൊക്കെ അധ്വാനിച്ചതിന്റെ അഞ്ച് അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് നിനക്ക് ഈ തന്നെ വാങ്ങിച്ചുകൊണ്ടുള്ളത്. അപ്പോഴ് നീ ഇതിന്റെ ഫലം അധ്വാനത്തിന്റെ ഫലം അറിഞ്ഞിരുന്നുകൊണ്ട് ഒരിക്കലും നീ ഇത് ചോദിക്കില്ലായിരുന്നു. അതിന് പകരം നീ ഒരു പൈസ മുൻപ് എടുത്തിട്ട് നീ പേന ശരിയാക്കി എഴുതുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാനിവിടെ അവിടെ സാമ്പത്തികം ഉപയോഗിക്കുന്നത് ഞാൻ വളരെയധികം സൂക്ഷിച്ചു. വെറുതെ ഞാൻ ഉപയോഗിക്കുന്നു. അവരുടെ ഓരോ പൈസയും മൂല്യമുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. പ്രത്യേകിച്ച് ഇന്ന് കുട്ടപ്പനങ്കിളിനെ കണ്ടപ്പോ അല്ലേ, അത് കണ്ടതും പിന്നെ ഈ കസേര പ്രചോദനമേക്കും ഇതൊക്കെ പറയാനായിട്ട്. ഇവിടെ 10ാം ക്ലാസ് പഠിച്ചിട്ട് പിന്നെ ഞാൻ ഞാൻ ബനാറസിലേക്ക് പോയി. ബനാറസിൽ വൈദിക പഠനം ആരംഭിച്ചു. അങ്ങനെ അത് തിയോളജി ഞാൻ ബീഹാറിലായിരുന്നു, റാഞ്ചി സെമിനറിയിലായിരുന്നു. അവിടെ 4 വർഷം ഞാൻ തിയോളജി പഠിച്ചു. അത് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു സെമിനറിയായിരുന്നു. അപ്പോൾ അവരുടെ ഇതിലാണ് ഞാൻ പഠിച്ചു വന്നത്. എന്നാൽ എന്നെ പഠിപ്പിച്ചത് ആ സമയത്ത് അവിടുത്തെ പ്രൊഫസേഴ്സ് എല്ലാം ബെൽജിയൻ പ്രൊഫസേഴ്സും ദൂരദേശങ്ങളിലൊക്കെ വന്നിട്ടുള്ളവരായിരുന്നു. രൂപല്ല, അത് റാഞ്ചിയിലുള്ള ബീഹാറിൽ റാഞ്ചിയിലുള്ള സെക്ഷന്മാരായിരുന്നു. പക്ഷെ ഇപ്പോഴെല്ലാം പ്രദേശമായി മാറിയിട്ടുണ്ട്. അവരെല്ലാവരും മരിച്ചത്. നമുക്ക് അച്ഛന് കിട്ടിയ മാർക്ക്, എന്റെ PTH എക്സാമിന് കിട്ടിയ മാർക്ക് ഞാനിവിടെ കൂട്ടിയിട്ടത്. അതെവിടെ മാറ്റി വെച്ചിരുന്നായിരുന്നു. ലൈസമ്മയാണ് അത് പുറത്ത് കണ്ടപ്പോ ഇത് അച്ഛന്റെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ്. ഇതാണ് എന്റെ സർട്ടിഫിക്കറ്റ്. അതോടൊപ്പം